നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുന്നേ? നീ ഇതെവിടെ പോയതോ ദാക്ഷായണി? ഞാൻ അമ്പലം വരെ ഒന്ന് പോയതാ. എന്നാ പറഞ്ഞിട്ട് പോണ്ടേ? ഞാൻ പോകുമ്പോ ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പുറത്തുണ്ടായിരുന്നല്ലോ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ പോരായിരുന്നോ? ഞാൻ നോക്കിയപ്പോ നിങ്ങളെയും കണ്ടില്ല. അലമേലു അമ്മയുടെ പേരില് ഒരു വഴിപാടുണ്ടായിരുന്നു. വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ. കാര്യമൊക്കെ കൊള്ളാം. ഇനി പോകുമ്പോ പറഞ്ഞിട്ട് വേണം പോവാൻ. പോട്ടെ പണ്ഡിതരെ, അവര് നല്ല കാര്യത്തിന് പോയതല്ലേ, വിട്ടുകളാ. ഇനി പോകുമ്പോ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയാ മതി. ദാക്ഷായണി ഒന്ന് നിന്നേ. അലമേലുവിന്റെ പേരില് വഴിപാട് കഴിക്കാൻ പോയിന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് പ്രസാദ് അവിടെ? കയ്യിലുണ്ട്. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കേണ്ടതാണോ? അത് അലമേലുവിന് തൊട്ടുകൊടുക്ക്. എന്നാലല്ലേ ഫലസിദ്ധി ഉണ്ടാവൂ. നോക്കി നിൽക്കാതെ തൊട്ടുകൊടുക്കുക ദാക്ഷായണി. വെറുതെ ആ പാവത്തിനെ നമ്മൾ സംശയിച്ചു. മാരിയമ്മൻ പൊറുക്കട്ടെ, അല്ലാതെ എന്താ പറയാ. മനഃപൂർവ്വം അല്ലല്ലോ അയ്യ, അവര് പറയാതെ പോയതുകൊണ്ടല്ലേ. അവരെ വേദനിപ്പിച്ചത് മോൾക്ക് ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. അവരെന്നല്ല, ആരെയും വേദനിപ്പിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അതങ്ങനെ ഒരു പാവം. വാറുക്കോ, മോനെ, തൊട്ടൂരിയാടല്ലേടാ. എന്താ ഇത്? നീ പറയുന്ന അനുസരിക്ക്. ഇതിലേക്കൊന്ന് തുപ്പിക്കേ. എന്തിന്? നീ തുപ്പ്, എന്നിട്ട് ഞാൻ പറയാം. ഇല്ല, കാര്യം പറഞ്ഞിട്ട് മതി. മോൻ അമ്മയോട് ക്ഷമിക്കണം. ഇതല്ലാതെ വേറെ വഴിയൊന്നും അമ്മ കാണാത്തോണ്ടാ.
അമ്മ കാര്യം പറ. അവളുടെ മനസ്സ് മാറ്റാൻ പമ്പൂർ മഠം വലിയ തിരുമേനിയെ പോയി കണ്ട് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ. ഇതാട്ടുംപാലിലിട്ട് കലക്കി കൊടുത്ത അവള് പഴയതുപോലെ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. അയ്യോ അയ്യോ, നീ എന്തുവാടാ ഈ കാണിച്ചേ? അമ്മയ്ക്ക് നാണയില്ലേ? ഇത്രയും കാലം നിരീശ്വരവാദിയാ, ചാൻസി റാണി എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട്. ഛേ, അമ്മയോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. നിനക്ക് വേണ്ടി ഏത് അപമാനവും സഹിക്കാൻ ഞാൻ ഒരുക്കാടാ. അതിന് കൂടോത്രം ചെയ്യല്ല വേണ്ടത്. വേറെ വഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മന്ത്രവാദം കൊണ്ട് മനസ്സ് കീഴടക്കാൻ പറ്റുമെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? മന്ത്രവാദം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ മനസ്സ് കീഴടക്കേണ്ടത്. മനസ്സവൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും അവളിപ്പോ മറ്റൊരാളാ. വേണ്ടമ്മേ, ഇനി അങ്ങനെ ഒരു മോഹം നമുക്ക് വേണ്ട. എനിക്ക് പിന്നെ എന്തിനങ്ങനെ കടിച്ചു പോയി നിൽക്കുന്നത്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ കൂടെ വരാൻ കൂട്ടാക്കാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓരോ നെറുകേടുകളും കാണിക്കുന്നത്. ഇനി വൈകിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോവാം. അമ്മേ, ഇനി ഈ കാര്യത്തിൽ ഒരക്ഷരം നീ മിണ്ടിയ അടിച്ച് നിന്റെ കൊരണം ഞാൻ പൊട്ടിക്കും. ചെട്ടിയാർക്ക് വേണമെങ്കിൽ ചെട്ടിയാരെ മകളുടെ കല്യാണം ഇഷ്ടമുള്ള പോലെ നടത്തട്ടടാ. നീ എന്തിനാടാ കോമാളിയായിട്ട് നിന്നു കൊടുക്കുന്നത്? വേണ്ട മോനെ, ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ധൈര്യം അമ്മയ്ക്കില്ലടാ. എനിക്ക് വലുതെന്റെ മോനാ. എന്റെ മോൻ ഒരിക്കലും ഒരാളുടെ മുമ്പിലും തല കുനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിന്നെ ചതിച്ച തെമ്മാടി പെണ്ണിന്റെ മുമ്പിൽ. നീ നോക്കിക്കോ, അവൾ ഒരു കാലത്തും. അമ്മേ വേണ്ടമ്മേ, അവളെ ശപിക്കല്ലേ അമ്മേ. അവള് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നീ എന്താടാ മോനെ ഇങ്ങനെ? അറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാനേ പറ്റൂ. എന്നെ സൃഷ്ടിച്ച നിങ്ങളല്ലേ? നിങ്ങളുടെ മാത്രം കുഴപ്പാ. ഞാൻ ഇങ്ങനെയാ, എനിക്കിങ്ങനെ ആയാ മതി. മോനെ മോനെ, വാടാ, നമുക്ക് പോവാം. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം. അത് ശരി, അമ്മയമ്മനോട് ഇവിടെ നിന്ന് ഒളിച്ചോടാൻ പോവല്ലേ? ഓടിയാ നിങ്ങൾ എവിടം വരെ ഓടും? ഈ ഭൂമിയുടെ അതിര് വരെയോ?